Hello everyone, welcome to my new class. സ്പോർട്സ് ഫിഗറിന്റെ ലാബാണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കുന്നത്. അതായത് ലാബിന്റെ പേരാണ് സ്റ്റോർഡ് എക്സസസ് ഇൻ ടു HTML കോണ്ടെക്സ്റ്റ് വിത്ത് നത്തിങ് എൻകോഡഡ്. സോ വാട്ട് ഇസ് ദിസ് സ്റ്റോർഡ് എക്സസസ്? സ്റ്റോർഡ് എക്സസസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് അനദർ നെയിം പെർസിസ്റ്റന്റ് എക്സസസ്. സോ ദിസ് ഇസ് ടൈപ്പ് ഓഫ് എ വെബ് വൾണറബിലിറ്റി. ഇവിടെ നമ്മൾ മലീഷ്യസ് ജാവ സ്ക്രിപ്റ്റ് ആണ് ഒരു അറ്റാക്കറെ ഇൻജെക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ ബ്ലോഗിനകത്തൊക്കെ കമന്റ് സെഷൻ, പ്രൊഫൈൽ ഫീൽഡ് ഇതെല്ലാം ഒരു മലീഷ്യസ് ആയിട്ടുള്ള ജാവ സ്ക്രിപ്റ്റ് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൾണറബിലിറ്റി ഉള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സെർവറിന്റെ അകത്ത് സ്റ്റോർ ആവും, ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും. അതായത് നമ്മളിപ്പോ ആ പേജ് ഒക്കെ വൾണറബിൾ ആയിട്ടുള്ള ഈ ഒരു സ്റ്റോർഡ് എക്സസസ് വൾണറബിലിറ്റി ഉള്ള ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ ഒരു ജാവ സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആയി നമ്മളാണ് ഇപ്പോൾ ആ ബ്രൗസർ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് എക്സിക്യൂട്ട് ആയിട്ട് മാറും. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റഡി ലാബാണ് ഇപ്പോൾ കോഴ്സിയറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്സസ് ദ ലാബ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലാബ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമുക്ക് സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ ചെയ്യണമെന്ന്. അപ്പൊ ഈ ലാബ് സോൾവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് സബ്മിറ്റ് എ കമന്റ് ദാറ്റ് കോൾസ് അലേർട്ട് ഫംഗ്ഷൻ വെൻ ദ ബ്ലോഗ് പോസ്റ്റ് ഈസ് വ്യൂഡ്. അപ്പൊ ഇവിടെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ ഉണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി സൊല്യൂഷന്റെ നമുക്ക് വീഡിയോ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടും. ഇപ്പോൾ ലാബ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹോം പേജ് ആയിട്ടുള്ള ഒരു ലാബാണ്. ഇവിടെ നമുക്ക് ഹോം ക്ലിക്ക് ചെയ്ത് നോക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിനകത്ത്. വ്യൂ പോസ്റ്റ്, ഇവിടെ നമുക്ക് കമന്റ് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. കണ്ടില്ലേ, കമന്റ് സബ്മിറ്റ് കമന്റ്. അപ്പൊ കമന്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ പേലോഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ആയിട്ട് മലീഷ്യസ് സ്ക്രിപ്റ്റ് ഇത് നമുക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കാം. ഇത് കമന്റിന്റെ അവിടെ നമ്മൾ ഇൻജെക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് സ്ക്രിപ്റ്റ് ടാഗ് വരുന്നത്. ഏതെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്യാം, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. പിന്നെ ഒരു മെയിൽ ഐ ഡി, ഒറിജിനൽ ആയിട്ടുള്ള മെയിൽ ഐ ഡി ഒന്നും വേണമെന്നില്ല, ഒരു സാധാരണ എന്തെങ്കിലും വെബ്സൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു https google.com എന്ന് പറയുന്നത് കൊടുത്ത് പോസ്റ്റ് കമന്റ് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സെർവറിനകത്ത് സേവ് ആവും. ബാക്ക് ടു ലോഗ് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ റൺ ആവും. അപ്പൊ നമ്മളാണ് ഇപ്പൊ ഈ വെബ്സൈറ്റിനകത്ത് ഇപ്പൊ കയറുന്നെങ്കിൽ ഇങ്ങനെ ഈ ഒരു ടാബ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു നല്ലൊരു കണ്ടന്റ് അല്ലെങ്കിൽ ഇതിലോട്ട് വേറൊരു വെബ്സൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിങ്ക് കൊടുത്താലും മതി. ഇവിടെ നമ്മൾ ഓരോ ടൈമിൽ ഇത് എടുക്കുന്ന സമയത്ത് ആ ഒരു പോപ്പപ്പ് മെസ്സേജ് കാണിക്കും. ഇത്രയാണ് സ്റ്റോർഡ് എക്സസസ് ഇൻ ടു HTML കോണ്ടെക്സ്റ്റ് വിത്ത് നത്തിങ് എൻകോഡഡ്. ഇതിൽ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിന്റെ കോഡ് ഇപ്പൊ കാണിച്ചിട്ടില്ലേ, സ്ക്രിപ്റ്റ് ഈ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും എൻകോഡ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു പേലോഡ് ആ ഒരു വെബ്സൈറ്റിലോട്ട് ഇൻജെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പേലോഡ് ഒന്നും വർക്കാവില്ല. അപ്പൊ ഇത് നമുക്ക് ഒന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ലാബാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കോൺസെപ്റ്റ് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.